നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. വിവാഹത്തിന് വധുവിന് ലഭിക്കുന്ന സ്വർണവും പണവും ഇനി വധുവിന് മാത്രം സ്വന്തം. ഈ സ്വർണങ്ങൾ വധുവിന്റെ മാത്രം സ്വത്താണെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഗാർഹിക സ്ത്രീധന പീഡനങ്ങളും അതേ തുടർന്നുള്ള വിവാഹമോചനങ്ങളും ഇപ്പോൾ പതിവാണ്. ഈ സാഹചര്യത്തിൽ ഈ സ്വർണത്തിന് മേലുള്ള ഉടമസ്ഥത തെളിയിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് മനസ്സിലാക്കി കോടതികൾ നീതി നടപ്പാക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് സ്നേഹലത എന്നിവർ ഉൾപ്പെട്ട ഡിവിഷണൽ ബെഞ്ച് ഉത്തരവിട്ടു. വിവാഹവേളയിൽ വധുവിന് ലഭിക്കുന്ന സാധനങ്ങൾക്ക് ലിസ്റ്റോ രേഖകളോ ഉണ്ടാകാറില്ല. ഇത്തരം കേസുകളിലാണ് നീതി നിഷേധിക്കപ്പെടുന്നത്. വിവാഹബന്ധം വേർപിരിഞ്ഞാലും സ്വർണവും മറ്റു സാധനങ്ങളും തിരികെ നൽകാൻ ഭർത്താവിന്റെ വീട്ടുകാർ തയ്യാറാകുന്നുമില്ല. കളമശ്ശേരി സ്വദേശിനിയായ രശ്മി വിവാഹബന്ധം വേർപിരിഞ്ഞതിനെ തുടർന്ന് തനിക്ക് ലഭിച്ച സ്വർണവും മറ്റ് സാധനങ്ങളും തിരികെ ആവശ്യപ്പെട്ട് എറണാകുളം കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കുടുംബ കോടതി ഇത് നിരസിക്കുകയായിരുന്നു. തുടർന്നാണ് രശ്മി ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി ഹർജിക്കാരിക്ക് 59.5 പവൻ സ്വർണമോ ഇതിന്റെ വിപണി വിലയോ നൽകാൻ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. 2010 രശ്മിയുടെ വിവാഹം കഴിയുന്നത്. കല്യാണ സമയത്ത് വീട്ടുകാർ തനിക്ക് 63 പവൻ സ്വർണവും ഭർത്താവിന് 2 പവന്റെ മാലയും കൂടാതെ ബന്ധുക്കൾ സമാനമായി 6 പവൻ നൽകിയതുമായി പറയുന്നു. ഒരു വളയും 2 മോതിരവും ഒഴിച്ചു ബാക്കിയുള്ളവ സൂക്ഷിക്കാൻ എന്നും പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടുകാർ മുറിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷമാണ് 5 ലക്ഷം രൂപ കൂടി നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. ഇത് നൽകാത്തതിന്റെ പേരിൽ വിവാഹ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായി. അങ്ങനെയാണ് അത് വേർപിരിയലിലേക്ക് വരെ എത്തിച്ചത്. സ്വകാര്യമായാണ് വിവാഹ സമയത്ത് പണവും സ്വർണവും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്കൊന്നും രേഖകൾ ഉണ്ടാകാറുമില്ല. ഈ സാഹചര്യങ്ങൾ മുതലാക്കിയാണ് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും അത് കൈക്കലാക്കുന്നത്. ഇങ്ങനെ പല കേസുകളും നിലവിലുണ്ടെന്നും കോടതി വ്യക്തമാക്കി. സ്വർണം വധുവിന്റെ കയ്യിലിരിക്കുന്നത് സുരക്ഷിതമില്ലെന്ന് പറഞ്ഞ് വാങ്ങിവെക്കുന്നവരുമുണ്ട്. ഇത് ഭർത്താവിന്റെ വീട്ടുകാർ കൈക്കലാക്കിയാൽ പിന്നെ അത് വധുവിനെ കാണാൻ പോലും കഴിയാറില്ല. അതിൽ തൊടാനുള്ള അവകാശം പോലും പിന്നീട് നിഷേധിക്കപ്പെടും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് തെളിവ് ഹാജരാക്കാനും കഴിയാറില്ല. അതിനാൽ തന്നെ ക്രിമിനൽ കേസിൽ എന്ന പോലെ കർശനമായി തെളിവ് ആവശ്യപ്പെടാൻ പാടില്ലെന്നും കോടതി അറിയിച്ചു. നീതി എന്നത് കർശന നടപടിക്രമങ്ങൾക്ക് അപ്പുറം സത്യത്തിന്റെയും അതിന്റെ യഥാർത്ഥ പശ്ചാത്തലത്തെയും അംഗീകരിക്കുന്നതാകണമെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി.